ഇങ്ങനെ താളം പിടിക്കലല്ല ശിങ്കാരിമേളം. ഈ ചെണ്ടയും തോളിലിട്ടിട്ട് അതിനിങ്ങനെ താളങ്ങളുണ്ട്, സ്റ്റെപ്പ് വെക്കണം. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചുതരാം. ആദ്യം കൈവഴക്കം. ഇപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 1.5 മണിക്കൂർ, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഒരു 8 മണി വരെ, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് ഒരു മാസം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ കലാകാരികൾ. എന്താണെന്നറിയാമോ, ഇനി ഇവിടെ ഉള്ളവര് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ അറിയപ്പെടണം. അന്ന തുടങ്ങിക്കോ. ഞാനൊരു കാര്യം ചോദിക്കാം മാവ, ഇത്ര നാളാ മാമ പഠിപ്പിച്ച കൂടുതൽ ഞങ്ങൾ നല്ല ബ്രില്യന്റ് അല്ലേ? പിന്നെ അതെന്തായാലും രക്തത്തിൽ അലിഞ്ഞു ചേരും. അത് വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ ABCD പോലും പഠിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പകുതിയോളം പഠിച്ചു കഴിഞ്ഞു. ഈ സമയം കിട്ടുമ്പോ ഒക്കെ മറക്കണ്ട. ഇപ്പൊ ഒരു 5 മിനിറ്റ് നിർത്തി വെച്ചിട്ട് ഇത്തിരി വെള്ളം കുടിക്കരുത്. തുറന്ന് മാമിക്ക് നാരങ്ങ പിഴിഞ്ഞിട്ടായിക്കോട്ടെ. ചെല്ലേ ഞാൻ അത്ര നേരം പ്രാക്ടീസ് ചെയ്തേ. സ്വഭാവം ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ സ്ഥിതി വക കഷ്ടം. അല്ല, ടച്ച് കിട്ടുമോ അമ്മാവ? നമുക്കിത് മറന്നോ അമ്മാവ? അത് ഞാൻ 3 ഗ്ലാസ് നാരങ്ങളും തരും. ശരി, ഇതന്നെ പഠിക്കേ. എന്നാ ഇനി അടുത്ത സാധനം. ചെറുത് ചെറുത്. ആ താളത്തിലേക്ക് വരണം. ഇപ്പൊ നമ്മൾ പഠിച്ച താളത്തിലേക്ക് വരണതാണ് അത് കേട്ടോ. അങ്ങനെ ഒരു മിനിറ്റ്. ദൈവമേ ശരിയാക്കണേ. 1 2 3 4. അങ്ങനെയല്ല, ഇതൊക്കെ ക്ഷമ വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ശരിയാ കൊട്ടിയത്. നീ കൊട്ടു നോക്കട്ടെ. അത് മറന്നു. 1 2 3 4. ഞാൻ ഈ കുന്തെല്ലാം കൂടെ ചവിട്ടി വലിച്ചു കേട്ടാ. നീ ഉറങ്ങാൻ കിടന്നോളല്ലേ, പിന്നെ എന്തിനാ എടുത്തു കൊട്ടാ നിൽക്കണത്? ഏട്ടാ, ഉറങ്ങിയപ്പോഴല്ലേ ഞാൻ ഇന്ന് പഠിപ്പിച്ച താളത്തിനെ പറ്റി ഓർത്തത്. അമ്മാവൻ പ്രത്യേകം പറഞ്ഞു ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും നല്ല അസലായിട്ട് കൊട്ടണമെന്ന്. ഞാൻ മറന്നുപോയി ഏട്ടാ. അതെ, നിന്നെ കൊട്ടണമെങ്കിൽ അവിടെ പുറത്തോടെല്ലാം പോയിരുന്നു കൊട്ടിക്കോ. എനിക്ക് കിടന്നുറങ്ങണമെന്ന്. ഏട്ടനെ ഉറങ്ങിക്കോ, പുറത്തു പോയാൽ എനിക്ക് പേടിയാ. രാത്രിയല്ലേ, ആരെങ്കിലും എന്നെ പിടിച്ചോണ്ട് പോയാലോ. അതാ. നീ കിടക്കണോ അതോ കൊട്ടുകയാണോ? ഏട്ടാ, ഇന്ന് പഠിപ്പിച്ചത് നാളെ കറക്റ്റായിട്ട് കൊട്ടിയില്ലെങ്കിൽ അമ്മാവന് ദേഷ്യം വരും. മൂട്. ഞാനേ ആ പുറത്തോടെ പോയി കിടന്നോളാം. വേണ്ട വേണ്ട, അത് ഇരുന്ന് കൊട്ടു. 2 തവണ കൊട്ടിയിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. നീ എന്തെന്നല്ല കക്കാൻ പോയത്? ഇടണ്ടേ, ട്യൂബ് ഇടണ്ടേ? വാ. ഹലോ. എന്താ സാറേ? എങ്ങനെ? ഉവ്വ്. അതെന്താണെന്നറിയാമോ? അത് അവര് അങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് അത് അവര് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ട അത് എത്രയും പെട്ടെന്ന് നിർത്തുക, നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അതെ, എന്റെ ഭാര്യ തന്നെയാണ്. പക്ഷെ ആയിക്കോട്ടെ സാറേ. ഞാനേ വേറെ 1-2 ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ നിർത്തണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റണം എന്നൊക്കെ എന്നോട് പറയണ്ടായി. ആയിക്കോട്ടെ. വേണ്ട സാറേ, അല്ല നിക്ക്, ഞാൻ പറയട്ടെ. ഞാൻ നിർത്തിച്ചോളാം. വെറുതെ പോലീസ് പരാതി ഒന്നും കൊടുക്കണ്ട. വേണ്ട, ഞാൻ നിർത്തിച്ചോളാം.
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. എന്താണ് പരാതി? എന്തെന്ന് ഒരു ചെണ്ട പഠിക്കുന്നുണ്ട് വീട്ടില്. ചെണ്ടേ? ആ ഇതിപ്പോ തങ്കവും മറ്റേ ജമന്തി കൂടെ കൂടിയിട്ട് ചെണ്ട പഠിക്കുന്നുണ്ട് ഇപ്പൊ. അത് കൊള്ളാം. അവർക്ക് എന്തിനാ ഇപ്പൊ ചെണ്ട വിട്ട് പഠിച്ചിട്ട്? എനിക്കറിയാൻ വയ്യ. അത് ശരി. ഞാനോടത്ത് എന്തായാലും പരിപാടി വീട്ടിലുണ്ടായി അതാ കിടന്ന് ഉറങ്ങണേന്ന് കരുതി രാവിലെ വന്നിട്ട്. ഇത് രാത്രി ഉറങ്ങാൻ പറ്റണ്ടേ? ഈ ഉറങ്ങാനാണ് കിടന്നു കഴിഞ്ഞാൽ തുറന്നു ഇത് കാണാന്ന് പറഞ്ഞ ഹോട്ടല്. അത് ശരി. പറഞ്ഞാലും കേൾക്കൂലെന്ന്. അത് ഇപ്പൊ അങ്ങനെ ഒരു താല്പര്യം വല്ല ലോൺ കിട്ടുമോ ചെണ്ട പഠിച്ചാ? ഒന്നുമല്ല, എന്തോ ഒരു വഴക്കൊക്കെ ഉണ്ടായി. ഞാൻ ജമന്തി കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇത് വഴക്കായി. അപ്പൊ ആ സമയത്ത് എങ്ങാണ്ട് ഞാൻ പറഞ്ഞു ഒരു കലാബോധം ഇല്ലാത്തൊരു സാധനമാണ് നീ എന്തോ പറഞ്ഞു. ഇത് സാധാരണ പറയുന്നതല്ലേ. അപ്പൊ അതിന്റെ ആ പേരും പറഞ്ഞ് അവള് തങ്കത്തിനെയും കൂട്ടിയിട്ട് ഇപ്പൊ അമ്മാവനെയും കൂട്ടി ചെണ്ട പഠിക്കുകയാണ്. അമ്മാവനാണ് ഗുരു. അത് ശരി. എന്റെ അമ്മാവൻ വന്ന് പഠിപ്പിക്കുകയാണ്. ആ അമ്മാവൻ വന്നത് പഠിപ്പിക്കുകയാണ്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ കേൾക്കണ്ടേ? എനിക്കും ക്ലീറ്റസിന് ഇതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കലിയാണ്. അത് ശരി. അന്നൊരു പണി അവര് പഠിക്കട്ടെ. അത് വർക്കൊക്കെ കിട്ടുമല്ലോ പരിപാടിയൊക്കെ. എടാ ആ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഇപ്പൊ വിളിച്ചത്. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. എന്താ അവരുടെ പ്രോഗ്രാമിന് കൊട്ടാൻ ചെല്ലാൻ? പ്രോഗ്രാമിന് കൊട്ടം ചെല്ലാനല്ലോ. പിന്നെന്താണ്? രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് അവർക്ക്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാണ് അയാൾ. ഒന്നുകിൽ നീ നിർത്തുക, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയും, കംപ്ലൈന്റ് ചെയ്യും. പിന്നെ എന്തൊക്കെ ഉണ്ടാവുക എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണം. നീ പറഞ്ഞാ പോലെ ഇത് ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞാൽ അവര് നിർത്തൂലേ? ഇതിനൊക്കെയാണ് ആ അമ്മാവനാണ്. അമ്മാവനോട് പറയും, നീ പറ, കാര്യമായിട്ട് പറ. പിന്നെ കേസും കുട്ടിച്ചോറൊക്കെ ആവും, ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ നിർത്താൻ പറ. എങ്ങനെ പറയാവുന്നതിന്റെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ പറയും അങ്ങനോട്? എന്നാ ക്ലീറ്റസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്തു പറയും? ക്ലീറ്റസിനോട് പറ, ഇതിവിടെ ബുദ്ധിമുട്ടാണ്, കേസും പരാതിയൊക്കെ ആവും, അപ്പോൾ അത് നിർത്തണമെന്ന് പറയുന്ന പറയും. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആള് അവനെ കൊണ്ടൊന്ന് സ്ട്രോങ് ആയിട്ട് പറയിപ്പിക്കാം. മതിന്ന് ക്ലീറ്റസിനെ പിരിയാറ്റി അവൻ ആ ചെണ്ടയും ചവിട്ടി പൊട്ടിച്ച് ആ കോലും വിറ്റ് കാശാക്കി എവിടെയെങ്കിലും നടന്നോളും. വെറുതെ നമ്മൾക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല ഇത്. പിന്നെ അതാണല്ലോ അവനോട്